നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ കാറിടിച്ചു കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി. പ്രതികളായ CISF ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മകനെ കൊല്ലാതെ വിടാമായിരുന്നുവെന്നും ഐവിൻ്റെ കുടുംബം കണ്ണീരോടെ പറയുന്നു. ഐവിൻ ജിജോയും പ്രതികളും തമ്മിൽ മുൻപ് പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ല എന്നാണ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഐവിനെ അറിയാവുന്ന മുഴുവൻ ആളുകളും പറയുന്നത്. നെടുമ്പാശ്ശേരി നായത്തോടിലെ കൊടും ക്രൂര കൊലപാതകത്തിന്റെ വാർത്ത കേട്ടാണ് ഇന്ന് നാടുണർന്നത്. ജീവൻ നഷ്ടമായത് കാലടി തുറവൂർ സ്വദേശി 25-കാരനായ ഐവിൻ ജിജോയ്ക്ക്. ഐവിൻ്റെ ജീവനെടുത്തതാകട്ടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ CISF ഉദ്യോഗസ്ഥരായ SI വിനയ് കുമാറും കോൺസ്റ്റബിൾ മോഹനും ചേർന്ന്. വണ്ടി തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. കാലടി തോമ്പ്ര റോഡിലാണ് സംഭവം നടക്കുന്നത്. ഐവിൻ ജിജോയുടെയും CISF ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങൾ തമ്മിൽ ചെറുതായൊന്ന് ഉരസുന്നു. പിന്നാലെ ഇരുകൂട്ടരും പുറത്തേക്കിറങ്ങി അവിടെ വലിയ തർക്കമുണ്ടാകുന്നു. തർക്കത്തിനിടയിലാണ് CISF ഉദ്യോഗസ്ഥർ ഐവിനെ മറികടന്ന് കാറുമായി പോകാൻ ശ്രമിക്കുന്നത്. നടുക്ക് കയറി നിന്ന ഐവിനെ ഇവർ ഇടിച്ചു തെറിപ്പിച്ചെങ്കിലും ഐവിൻ നേരെ വീണത് കാറിൻ്റെ ബോണറ്റിലേക്ക്. അവിടെ നിന്ന്, അതായത് ഈ സംഭവം നടക്കുന്ന തോമ്പ്ര റോഡിൽ നിന്ന് നായത്തോട് ഭാഗത്തേക്ക് ഏകദേശം 1.5 കിലോമീറ്ററോളമുണ്ട്. ആ കിലോമീറ്ററുകളെല്ലാം ഐവിനെ ബോണറ്റിൽ കിടത്തിയാണ് ഇവർ യാത്ര ചെയ്തത്. ഏറ്റവും ഒടുവിൽ നായത്തോട് ഈ ഐവിൻ്റെ മൃതദേഹം ലഭിക്കുന്ന സ്ഥലത്ത് വെച്ച് ഒരു സഡൻ ബ്രേക്ക് ഇടുകയും ഐവിൻ തെറിച്ചു പോവുകയുമായിരുന്നു. 20 മീറ്ററോളമാണ് കാർ സ്കിഡായതിൻ്റെ പാട് അവിടെയുള്ളത്. അവിടെ വെച്ച് തന്നെ നാട്ടുകാർ ഇടപെട്ട് ഈ വാഹനമോടിച്ച വിനയ് കുമാർ എന്ന CISFകാരനെ പിടികൂടി. ഇയാളുടെ ദേഹത്തും പരിക്കുകളുണ്ട്. ഐവിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും റോഡിൽ ഉരഞ്ഞതിനാൽ ചോരയിൽ മുങ്ങിക്കിടക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഒപ്പമുണ്ടായിരുന്ന മോഹൻ ഓടി രക്ഷപ്പെട്ടു. ഒരിക്കലും കൊന്നിടണ്ടായിരുന്നു. അവർക്ക് എന്തോരു ദേഷ്യം ഉണ്ടായാലും അവർക്ക് ദേഷ്യം ഉണ്ടായാലും എൻ്റെ കൊച്ചിൻ്റെ കാലോ കയ്യോ തല്ലി ഓടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. കൊല്ലണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരൊറ്റ മോനാ ഉള്ളത്. കേസിലെ 2ാം പ്രതി മോഹൻ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന വ്യാജേന പതിവ് രീതിയിൽ ഇന്ന് ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് പോലീസ് ഇയാളെ സ്പോട്ട് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്നത്. CCTVയിൽ മോഹൻ വാഹനമോടിക്കുന്നത് പോലീസിന് വ്യക്തമായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ്. വിനയ് കുമാറിനെതിരെയും മോഹനെതിരെയും കൊലക്കുറ്റം ചുമത്തി. ഈ പശ്ചാത്തലത്തിലാണ് CISF തന്നെ 2 പേരെയും സസ്പെൻഡ് ചെയ്തത്. ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥനെ ഒരു അന്വേഷണ കമ്മീഷനായി നിയമിച്ചിട്ടുമുണ്ട്. കൃത്യമായ അന്വേഷണം പോലീസും നടത്തുന്നുണ്ട്. ശാസ്ത്രീയ തെളിവുകളും അതോടൊപ്പം സാഹചര്യ തെളിവുകളുമൊക്കെ സമാഹരിച്ചിട്ടുണ്ട്. ഇവർ 2 പേരും മാത്രം പ്രതിയെന്നാണ് ഇതുവരെയുള്ള നിഗമനം. പെട്ടെന്നുണ്ടായ പ്രകോപനം കൊലപാതകത്തിൽ കലാശിച്ചതായും പോലീസ് വ്യക്തമാക്കുന്നു. സംഭവം നടന്നതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് അതിനായിട്ടുള്ള തെളിവുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇമ്മീഡിയറ്റ്ലി FIR രജിസ്റ്റർ ചെയ്തു. FIR രജിസ്റ്റർ ചെയ്തത് അവിടുത്തെ ഉണ്ടായിരുന്ന ഐ വിറ്റ്നസ്സൊക്കെ നമുക്ക് പറഞ്ഞ രീതിയിൽ 2 ആൾക്കാർ സംശയ രീതിയിൽ ഉണ്ടായിരുന്നു. അവർ 2 പേരെയും നമ്മൾ നിരീക്ഷണത്തിലെടുത്തിട്ടുണ്ട്. നിലവിൽ അവരിപ്പോൾ നമ്മുടെ സർവൈലൻസിലാണ്. അപ്പോൾ അതല്ലാതെ ബാക്കി ഇപ്പോൾ തെളിവുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ റീസൺ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ശാന്ത സ്വഭാവക്കാരനായിരുന്നു കൊല്ലപ്പെട്ട ഐവിൻ ജിജോ എന്ന നാട്ടുകാരും ബന്ധുക്കളും ഒരേ സ്വരത്തിൽ പറയുന്നു. എയർപോർട്ടിനടുത്തൊരു ഹോട്ടലിൽ ഷെഫായി ജോലി നോക്കുകയായിരുന്നു. ഇന്നലെ വീട്ടിൽ നിന്ന് ജോലിക്ക് വരുന്നതിനിടയിലാണ് ഈ സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. ആളുകളുടെ ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കേണ്ട ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച വീഴ്ചയ്ക്ക് കടുത്ത നടപടിയും ശിക്ഷയും വേണമെന്നാണ് പൊതുസമൂഹത്തിൻ്റെ ആവശ്യം. ഐവിൻ ജിജോയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ഐവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അങ്കമാലിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് ശ്യാമ, ഇതിൽ ഇപ്പോൾ 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരുടെ അറസ്റ്റൊക്കെ രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ നടപടികളിലേക്ക് പോകുന്നുണ്ട്. ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? മറ്റാരുടെയെങ്കിലും പങ്കുണ്ടോ? ഈ പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന പ്രാഥമിക വിലയിരുത്തലുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും സംഗതികൾ ഉണ്ടോ? മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഈ ക്രൂര കൊലപാതകത്തിന് പിന്നിൽ? വിജയകുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഇല്ല. നിലവിൽ 2 പേർ, അവർ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ആ രണ്ടുപേർ തന്നെയാണ് ഈ കേസിലെ പ്രതികൾ എന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം അതാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലപ്പെടുന്നതിന് മുൻപും ഐവിനെ ഈ 2 CISF ഉദ്യോഗസ്ഥർ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് ഡോക്ടർമാർ പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇൻക്വസ്റ്റിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കാരണം ഈ ഐവിൻ്റെ മുഖത്ത് ചതവേറ്റ മൂക്കുപാലം പൊട്ടുന്ന ഒരു നിലയിലേക്കും ജനനേന്ദ്രിയത്തിന് പരിക്കേൽക്കുന്ന നിലയിലേക്കും പരിക്കുകൾ ഏറ്റിരുന്നു. ഇത് രണ്ടും കൊല്ലപ്പെടുന്നതിന് മുൻപുണ്ടായ വാക്കുതർക്കവും സംഘർഷത്തിലും ഉണ്ടായതാണ് എന്നുള്ളതാണ് പോലീസിന് ഡോക്ടർമാർ നൽകിയിരിക്കുന്ന മൊഴി. ഇതുൾപ്പെടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നു വരികയാണ്. വൈകിട്ട് 6 മണിയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും വളരെ വിശദമായ പോസ്റ്റ്മോർട്ടമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര സേനയിലെ 2 ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട കുറ്റകൃത്യമായതിനാൽ അത് വളരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുള്ളതിനാലുമാണ് ആ പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ഏതായാലും കൂടുതൽ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. വിജയകുമാർ. യെസ്, കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത്. നേരത്തെ അങ്കമാലിയിൽ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് കളമശ്ശേരിയിലേക്ക് കൊണ്ടുവന്നത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.